പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പനിയോ എന്തെങ്കിലും അസുഖമൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഡോക്ടറെ കണ്ടാൽ ഒരു 1000-1500 രൂപ ചെലവ് വരും അല്ലേ? അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ആ പൈസ കൊണ്ട് ആദ്യം എണ്ണ അടിച്ചിട്ട് ഏതെങ്കിലും ഒരു യാത്ര പോകും. തിരിച്ചു വരുമ്പോഴേക്കും ഒരു 90% അസുഖമൊക്കെ മാറി കിട്ടാറുണ്ട്. ഞാൻ പണ്ട് കോട്ടയിൽ ധ്യാനത്തിന് പോയി. കുറെ നാൾ ഞാൻ ധ്യാനഗുരു ഒക്കെ ആയിരുന്നു. അപ്പോ അവിടുത്തെ അച്ഛനും എന്നോട് പറഞ്ഞ, വർഷത്തിലൊരിക്കൽ മദ്യപിച്ച് അയൽവക്കക്കാരനെ പച്ചത്തെറി പറയണം. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ചെയ്യരുത്. പകരം ഒരു യാത്ര പോകണം. അതിനും പറ്റില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ആഴ്ചകളിലും അല്ലെ എല്ലാ ദിവസവും അമ്പലങ്ങളിലോ പള്ളികളിലോ പോകണം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉചിതമായത് ചെയ്യാം. മദ്യപിച്ച് അയൽവക്കക്കാരന് പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആരാധനയുമായിട്ട് പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോവുക. അതിന് പ്രയാസങ്ങൾ നേരിട്ടാൽ ഇതുപോലെ യാത്ര പോവുക. നല്ലൊരു മെഡിസിൻ ആണത്. നമുക്ക് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നും മനസ്സിൽ നിൽക്കില്ല. നമ്മുടെ മനസ്സിലെ അഴുക്ക് നിലനിൽക്കുകയില്ല. എപ്പോഴും നമ്മുടെ പ്രസന്റ് ആയിരിക്കും. അതിനധികം പൈസയൊന്നും വേണ്ട. ഇപ്പൊ ഒരിക്കൽ ഞങ്ങളുടെ മനസ്സിൽ എന്നും നിൽക്കുന്ന ഒരു യാത്രയാണ് നിഷാമിസും KG ടീച്ചേഴ്സും ഞങ്ങളെ കൂടെ ഒന്നിച്ചു പോയത്. എന്റെ മോനൊക്കെ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഓരോരുത്തർ അവരുടെ വീടുകളിൽ വെച്ച ചോറും അതുപോലെ മീൻകറിയും പച്ചക്കറിയും കപ്പയും ഒക്കെ എന്താണോ ഉള്ളത് അത് ചട്ടിയടക്കം എടുത്തിട്ട് വന്നു വണ്ടിന്റെ ഡിക്കിയിൽ വെച്ചിട്ട് ഞങ്ങൾ പോയി. ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു അത്, ഇല്ലേ നിഷാമിസെ? അതുപോലെ ആർക്കെങ്കിലും ഒക്കെ വണ്ടി ഉണ്ടാവുമല്ലോ. അപ്പോ ഷെയർ കൂടി എണ്ണ അടിക്കുക, ഇതുപോലെ യാത്ര പോവുക, വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും പല കാരണങ്ങൾ കൊണ്ട് വരാതിരുന്ന ഇതൊക്കെ നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്ക് ഇതൊരു നഷ്ടമായിരുന്നു അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ പേയ്മെന്റിന്റെ 50% നമുക്കതെടുത്ത മാനേജ്മെന്റിനുള്ള നന്ദിയാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രിൻസിപ്പൽ രാഗി മേമിന് നന്ദി പറയുകയാണ്. തുടക്കത്തിൽ ഇത്തിരി സ്റ്റേഷൻ കിട്ടാതെ നിന്നാലും പിന്നെ എല്ലാ സ്റ്റേഷനിലേക്കും ഓടിയെത്തി നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിക്കും 100-ൽ 100 മാർക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു യാത്രയായിരുന്നു അല്ലേ? പ്രീതാമം ഇതുപോലെ കൂടെ വരികയാണെങ്കിൽ ചിക്കനും കഴിക്കും, മട്ടനും കഴിക്കും, എല്ലാം കഴിപ്പിക്കും. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെ മൊത്തം കഴിച്ചിട്ട് വംശനാശമൊന്നും വരുത്തണ്ട, എപ്പോഴും കഴിക്കുക ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വർഷം കൽപ്പറ്റ DPU വന്ന ബോട്ട് ഇതേ പുഴയുടെ നടുക്ക് സ്റ്റക്കായി പോയി. പിന്നെ 5 പേരെ ചെറിയ തോണിയിലൊക്കെ വന്നിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവരുടെ ടൂറിസ്റ്റ് ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ വളരെ നല്ല രീതിയിൽ ഈ ബോട്ടുകാർ നമ്മളോട് സഹകരിച്ചു. ബസ്സുകാര്, പിന്നെ ഇവർക്ക് എല്ലാവർക്കും, ബസ്സുകാർക്ക് പിന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ്, നല്ലതുമാണ്. കരുത്തുറ്റ 2 പുലിക്കുട്ടികളാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വന്നത്. സജനി പേര് പറഞ്ഞു, സജനയുടെ നാട്ടിൽ ഷിംലി. അപ്പൊ 2 പേർക്ക് ഇനി അടുത്ത ഞങ്ങൾ ഡൽഹി ടൂർ, ഹൈദരാബാദ് ടൂറിനൊക്കെ ഞങ്ങൾ പറയും സജനയും ഷിംലി അല്ലെ, ഷിംലിയും വന്നാൽ മതി എന്ന് പറയും ഞങ്ങൾ. ഓക്കെ, ഒരു ബ്രാൻഡ് നെയിമായി മാറട്ടെ നേച്ചർ പാരഡൈസിന്റെ 2 വനിതാ താരങ്ങൾ. അങ്ങനെ എന്തുകൊണ്ടും ഏതുകൊണ്ടും വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് 1-2 കാര്യങ്ങൾ പറയാൻ മൈക്ക് ഞാൻ കൈമാറുകയാണ്. പിന്നെ ഇതുവരെ കാണാത്ത കളികൾ, ഡാൻസ്, സ്റ്റെപ്പ്, ജസീംസ് ഒക്കെ ആണെങ്കിൽ എന്താ പറയാ, സ്പിരിച്വൽ സ്റ്റെപ്പ് വിത്ത് മോഡേൺ ആർട്ട് വിത്ത് ക്യാമറ വിത്ത് അടിപൊളി പ്രോഗ്രാം. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പറയണം. മൈക്ക് ഇത് എവിടെ കൊടുക്കണം, ഒന്ന് കൈമാറി ഇങ്ങനെ 2 വാക്ക് പറഞ്ഞു പോയാൽ നന്നായിരിക്കും. സാർ പറഞ്ഞ പോലെ വളരെ നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഇതിനു മുമ്പ് ആലപ്പുഴ പലരും ടൂർ പോയിട്ടുണ്ട് ബോട്ടിൽ തന്നെ. പക്ഷെ അതിലും നമ്മൾ തുടക്കത്തിൽ സാറ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കുറച്ചൊരു തണുപ്പായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല എനർജറ്റിക് ആയി നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പോലും. ഞാൻ പോലും ഡാൻസിലേക്ക് ആദ്യം വരാതിരുന്ന എല്ലാവരും, ഞാനും പ്രീതാമിസും അല്ലെ ആദ്യമായിട്ട് സ്റ്റെപ്പ് വെച്ചു ഞാൻ പറഞ്ഞ പോലെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇതുപോലെ നമുക്ക് ഇനിയും
ഭാവി ടൂറ് പ്രോഗ്രാംസ് എന്താണെന്ന്, അതുപോലെ ഇതിന്റെ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും താങ്ക്സ്. ടൂറ് വളരെ നന്നായിരുന്നു. റീനാസ് പറഞ്ഞ പോലെ രാവിലെ കുറച്ച് തണുപ്പായിരുന്നു. നമ്മൾ തണുപ്പത്താണ് വന്നത്. ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല ചൂടായി. നമ്മൾ ചൂടിലേക്കാണ് എത്തിയത്. അപ്പൊ ആ ചൂടത്തും എല്ലാവരും തിമിർത്ത് ആടിപ്പാടി വളരെ നല്ലൊരു അനുഭവം കാഴ്ചവെച്ചു. ഇതിന് ഇത്തരം ഒരു സാഹചര്യം ഒരുക്കി തന്ന മാനേജ്മെന്റ് കമ്മിറ്റിയോടും മാമിനോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.